നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന കുരുമുളക് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി. അപ്പൊ നമ്മളത് ഇങ്ങനെ ഇപ്പൊ തോക്കടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയുള്ള അതിന് നമ്മള് ഈ മരക്കമ്പൊക്കെ വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ അത് ഉണ്ടാവും, അത് പൂത പിടിച്ചു പോകും. ഇതേപോലത്തെ പൈപ്പാണെങ്കിൽ കാലാകാലം അവിടെ ഉണ്ടാവും. അപ്പൊ അത് നമുക്കതിന് വെച്ച് കൊടുക്കാം. വരും. ഓൾറെഡി മടക്കായി കമ്പ് വെച്ചല്ല കൊഴി കുത്തിയതിന് അതാണ്. ഇതാണ് നമ്മളിന്നാൾ കൊണ്ടുവന്നപ്പോ ചെറുതല്ലേന്. അപ്പൊ നമ്മളന്ന് അതിന്റെ തോക്കൊക്കെ നമ്മൾ നുള്ളി കളഞ്ഞു. ചില ആൾക്കാർ പറയും തോക്ക നുള്ളി കളഞ്ഞു, ചില ആൾക്കാർ ഇല നുള്ളി കളയണം. പക്ഷെ നമ്മളോട് അയാൾ പറഞ്ഞത് തോക്ക നുള്ളി കളയാനാണ്. പക്ഷെ അവിടെ നമ്മൾ ഏകദേശം ഒരു ആറെണ്ണം നമ്മൾ വെച്ചത്. അതിൽ ഇപ്പോ രണ്ട് മൂന്നെണ്ണത്തില് തോക്ക വന്നിട്ടുണ്ട്. ഇത് വൈകാതെ തന്നെ വരും. അപ്പൊ അതിന് വേണ്ടിയിൽ നമ്മള് ഒരു കുറച്ചിങ്ങനെ ഉയർന്ന് പടത്താലൊരു സംവിധാനം നമ്മൾ ചെയ്തോണ്ട്. ഇപ്പൊ അതിന് മുകളിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പൊ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ കുറച്ച് നല്ല കെട്ട് കമ്പിയല്ല, അതിലേറെ കുറച്ചുകൂടി വണ്ണുള്ളൊരു കമ്പിയുണ്ട്. നമ്മളെ സർവീസുകാരൊക്കെ വലിച്ചു കെട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു കമ്പില്ലേ, അതാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിവിടെ ബാലൻസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു ലെവലെത്തുമ്പോൾ അതിൻ്റെ മുകൾക്ക് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടത്തിടാം. ഇനിയിപ്പോൾ ഈ പൈപ്പ് വെച്ചുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമുക്ക് പൈപ്പിഞ്ഞ് ഒരു 2-3 അടിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് സാധാരണ കുരുമുളക് എന്ന് പറഞ്ഞാൽ താഴെ വളരുന്നതാണ്. പക്ഷെ ഒരാളിഞ്ഞോട് പറഞ്ഞത് നമുക്ക് മുകൾക്കും വളർത്താമെന്നാണ്. കാരണം അല്ല ഇടക്കിടക്ക് അതിൻ്റെ കണിച്ചങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മേലക്കും വളർത്തിക്കൊണ്ടുവരാമെന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്തായാലും നല്ലോണം നമ്മൾ ചാണകവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആട്ടുംകാട്ടൊക്കെ ഇട്ട് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ 4 കൂടി നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 1 തോക്കകളൊക്കെ വന്നു. മുമ്പ് നമ്മൾ കുഴിച്ചിട്ടപ്പോൾ ചെറിയതായിരുന്നു. അതിൻ്റെ തോക്കകളൊക്കെ നമ്മൾ മുറിച്ച് ഒഴിവാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇതിമൊക്കെ പുതിയ തോക്കകൾ വന്നു. ആ മഴയത്ത് കുറേ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ചു. കാരണം വെച്ചാൽ ഇത് പറ്റ താത്തി നമുക്ക് നിലത്ത് കുഴിച്ചിടാൻ പറ്റില്ല. നമ്മൾ നിലത്തുനിന്ന് കുറച്ച് പൊന്തിച്ച വെച്ചത്, അതുകൊണ്ട് തന്നെ പെരുമഴയത് കുറേ മണ്ണൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ മാറിയ സമയത്ത് എന്തായാലും നമ്മൾ മണ്ണൊക്കെ കുറച്ചുകൂടി കൂട്ടി ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പഴയ കമ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ പൈപ്പ് വെച്ച് കൊടുക്കും. പൈപ്പ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 2 ഉപകാരമാണ്. പൈപ്പ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. വേറെ അതിൻ്റെ മുകളിൽ പൈപ്പ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും നമുക്ക് പൊന്തിട്ട്, അധികം ഹൈറ്റ് ആവില്ല, ഏകദേശം ഒരു 3 അടിയൊക്കെ 4 അടിയൊക്കെ പൊന്തുള്ളൂ. അതിൻ്റെ മേലൊക്കെ നമുക്കിത് വല്ലാതെ പൊന്തിക്കാൻ പറ്റില്ല. നമ്മളെ ആവശ്യത്തിനും നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വിലയുള്ള സാധനമല്ലേ, ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വിലയുള്ള സാധനമാണ്. അപ്പോൾ നമുക്കും ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലേ. തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.